ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? കുറേ ദിവസമായിട്ട് വിചാരിക്കുക കേട്ടോ, കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന്. കുറേ ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് വെച്ച് ക്ലീൻ ചെയ്യാൻ പോയതാട്ടോ. അപ്പോൾ ഇതാ ആദ്യം ഇപ്പോൾ ഇരിക്കുന്ന കബോർഡൊക്കെ കുറേ ആവശ്യമില്ലാത്ത കുറേ ഡബ്ബകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ മസാലയും അതും ഇതൊക്കെ ഇട്ട് വയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം എടുത്ത് ആദ്യം ഒന്ന് മാറ്റുക കേട്ടോ. കുപ്പികളും എല്ലാം എടുത്ത് മാറ്റുവാണ്. എല്ലാം എടുത്ത് മാറ്റി വെച്ച കുപ്പികളെല്ലാം അതിനകത്തിരുന്ന കുപ്പിയും മസാലകളും എല്ലാം, എന്നിട്ട് ഞാനൊരു തുണി വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. വെള്ളത്തിൽ നനച്ചിട്ട് തുണി വെള്ളത്തിൽ നനച്ച് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് വന്നായിരുന്നു കേട്ടോ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഞാൻ ഡബ്ബയൊക്കെ എടുത്ത് മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡബ്ബയൊക്കെ എടുത്ത് മാറ്റി അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. തുടച്ചെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഒരു നല്ലൊരു വൃത്തിയായിട്ട് തോന്നി കേട്ടോ, നല്ല രസമായിട്ട് തോന്നിയേ. പിന്നെ ബോട്ടിലിനകത്തൊക്കെ എന്തൊക്കെ ഇട്ട് വെക്കണം എന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് വെച്ചു. പിന്നെ കുരുമുളകിൻ്റെ പൊടി തീർന്നായിരുന്നു, അപ്പോൾ ഞാൻ കുരുമുളകൊക്കെ പൊടിച്ചെടുത്തു. അതും ആ ഡബ്ബയ്ക്കകത്തൊക്കെ ഇട്ട് വെച്ചു. ഞാൻ കുറേയൊക്കെ ഈ നെസ്കഫയുടെ കുപ്പിയാട്ടോ എടുത്തേക്കുന്നത്. നമ്മുടെ കുഞ്ഞടുക്കള ആയതുകൊണ്ട് ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല കേട്ടോ. ലിമിറ്റഡായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട മാത്രം സാധനങ്ങളെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള പാത്രങ്ങളായാലും നമുക്ക് ആവശ്യമുള്ള മാത്രം. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇടുങ്ങിക്കൂടി ഇരിക്കുന്നതായിട്ട് തോന്നത്തില്ല കേട്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുവേ. ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിനകത്ത് ഈ മസാല, കുരുമുളക്, ഉപ്പിൻ്റെ പൊടി, പിന്നെ എള്ള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുവാണ്. ഈ കബോർഡിനകത്ത് ഇങ്ങനെ കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകം, അങ്ങനത്തെ ദാല്, കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കബോർഡ് അടുത്ത് കിടക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മസാലകളും ഒക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ കേട്ടോ, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അത് ഞാൻ സ്റ്റീൽ കുപ്പിക്കകത്താണ് ഇട്ട് വെക്കുന്നത്. പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് വെച്ചു. പിന്നെ അരിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് അതും പിന്നെ അരിയും ഗോതമ്പൂടിയൊക്കെ ഈ താഴെ അങ്ങനത്തെ വലിയ താഴെ ബോക്സിനകത്ത് കബോർഡിനകത്ത് പിന്നെ അരിപ്പൊടി രാവിലെ വറുത്ത് വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ
കബോർഡിനകത്ത് വെച്ചു. ലുക്ക് ഇതാണ്. എല്ലാവരും എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണമെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.